ഹലോ. ഇപ്രാവശ്യം ഒരു വ്യത്യസ്തമായ വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ പോലത്തെ ഒരു ക്രോഷറ്റ് ക്ലാസ്സോ പെയിന്റിംഗ് ക്ലാസ്സോ ഒന്നുമല്ല. കോഴിമുട്ട വിരിയുന്നതിന്റെ ഒരു വീഡിയോ ആണ് ഇപ്രാവശ്യം ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു പക്ഷേ ഇതിലൊരു അത്ഭുതമായിട്ടോ ഒന്നും തോന്നുന്നുണ്ടാവില്ല. പക്ഷെ എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് കാണുന്നത്, അതിങ്ങനെ മുട്ട പൊട്ടി വിരിഞ്ഞു വരുന്നതൊക്കെ കാണാനായിട്ട്. അതുകൊണ്ട് ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് തന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു പക്ഷെ എന്നെ പോലെ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാത്തവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകാം. അപ്പൊ അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. കോഴിമുട്ട വിരിഞ്ഞ് അതിൽ നിന്ന് കുഞ്ഞു പുറത്തു വരുന്നതും അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് വിരിയിച്ചതാണ്, അല്ലാതെ തള്ളക്കോഴിയുടെ ചിറകിനടിയിൽ ചൂടുകൊണ്ട് വിരിഞ്ഞതൊന്നും അല്ല. ഇതൊരു കാർഡ്ബോർഡ് ബോക്സിനുള്ളിൽ അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കുറച്ച് അറിഞ്ഞപ്പോ എനിക്കതൊരു നിങ്ങളുമായിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇത് ചേട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ അവർ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരുന്ന ഇൻക്യുബേറ്റർ ആയിരുന്നു. അപ്പോ സാധാരണ ഒരു കാർഡ്ബോർഡ് ബോക്സിന്റെ നാല് ഭാഗത്തല്ല 6 ഭാഗത്ത്, അതായത് താഴെയും 4 സൈഡുകളിലും തെർമോക്കോൾ വെച്ചിട്ട് ആണ് ഈ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് മുകളിലും തെർമോക്കോൾ വെച്ചിട്ടാണ് അത് അടയ്ക്കുന്നത്. അപ്പൊ ഈ ബോക്സിന്റെ ഉള്ളിൽ തന്നെ മുട്ടയ്ക്ക് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെൻസർ ഉണ്ട്. അതിന്റെ ഉള്ളിലുള്ള ചൂട് കുറയുന്നതിനനുസരിച്ചിട്ട് സെൻസർ ഉപയോഗിച്ച് അത് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെൻസർ ഉണ്ട്. അതുപോലെ ഫാൻ ഉണ്ട്. ചൂട് ഭയങ്കരമായ ഓവർ ഹീറ്റ് ആവാതിരിക്കാനുള്ള ഫാൻ, കൂളി ചെയ്യിക്കാനുള്ള ഫാൻ ഉണ്ട്. പിന്നെ ആ ഒരു ബോക്സിനുള്ളില് ടെമ്പറേച്ചർ ഒന്ന് ഈക്വൽ ആവാൻ വേണ്ടിയിട്ട് 4 സൈഡുകളിലും ചെറിയ ബൗളിൽ ഒരു വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ ചെന്നപ്പോ കറക്റ്റ് ഞാൻ ചെന്ന സമയത്ത് കറക്റ്റ് ഒരു മുട്ട വിരിഞ്ഞു വരുന്ന സമയമായിരുന്നു. അപ്പൊ അത് പൊട്ടി, അതിന്റെ അടുത്തുള്ളൊരു മുട്ടയും അതുപോലെ പൊട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കോഴിക്കുഞ്ഞ് പുറത്തോട്ട് വരുന്നതിന്റെ ഇതിൽ മറ്റേ മുട്ട കമിഴ്ന്നു പോയി. അപ്പോഴാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം, അങ്ങനെ കമിഴ്ന്നു പോകുമ്പോൾ അതിന് പുറത്തോട്ട് വരാൻ ബുദ്ധിമുട്ടാകും. അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞ് ചത്തുപോയി. അതുകൊണ്ട് ചേച്ചി വേഗം അതിനെ തിരിച്ചു വെച്ചു. ഞാൻ പറഞ്ഞു ഒരു മുട്ട കൂടി വിരിഞ്ഞിരുന്നല്ലോ, അത് കമിഴ്ന്നു പോയി തോന്നണു എന്ന് പറഞ്ഞപ്പോ ചേച്ചി അതെടുത്ത് നേരെ വെച്ചു. അപ്പൊ ഈ ഒരു ബോക്സിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഏത് സമയം അവിടെ വേണം. ഈ ബോക്സ് സെറ്റ് ചെയ്തതിന് ആവശ്യമായത് ഒരു സെൻസറും ഒരു ടൈമറും ഒരു ഫാൻ, ചെറിയൊരു ഫാനും ഒക്കെ ആ ബോക്സിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഈ ബോക്സ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് കാണണം എന്ന് ആഗ്രഹമുള്ളവർ താഴെ കമന്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് അയച്ചു തരാനായിട്ട്. കാരണം ഇങ്ങനെ ഒരു വളരെ വളരെ ചുരുങ്ങിയ ഒരു ചെലവിൽ നമുക്ക് ശരിക്കും മുട്ട വിരിയിച്ച കോഴിക്കുഞ്ഞുങ്ങള് നമുക്ക് തന്നെ വളർത്താൻ കഴിയുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞത്, മുട്ട വിരിയിക്കുക 21 ദിവസമാണ് മുട്ടകൾ വിരിഞ്ഞ് വരാനെടുക്കുന്ന സമയം. അതിൽ തന്നെ 7 ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ വിരിയിക്കാൻ വെച്ചിരിക്കുന്ന മുട്ടയെടുത്ത് ഒരു ഇരുട്ട് മുറിയിൽ ടോർച്ച് അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, ആ മുട്ടയിൽ ടോർച്ച് അടിച്ച് നോക്കിയാൽ അതിൻ്റെ ഉള്ളില് അതിന്റെ ഞരമ്പുകളൊക്കെ ഉണ്ടായി വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഒരു ഞരമ്പുകളൊന്നും ഉണ്ടായിട്ടില്ല, ഒരു വ്യത്യാസം അതിന് സംഭവിച്ചിട്ടില്ല എങ്കിൽ ആ മുട്ടയിൽ പിന്നെ അത് വെച്ചിട്ട് കാര്യമില്ല, അത് വേണമെങ്കിൽ നമുക്ക് പാചകം ചെയ്യാൻ ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത്. അതല്ലാതെ 21 ദിവസവും കഴിഞ്ഞിട്ട് പിന്നീട് ഈ മുട്ട പാചകം ചെയ്യാൻ ഉപയോഗിക്കാൻ കൊള്ളില്ല. അപ്പൊ കളയുകയാണ് നിവർത്തി ഉണ്ടാവുള്ളൂ. ഈ 7 ദിവസം കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എല്ലാ മുട്ടയും എടുത്തൊന്ന് നോക്കിയിട്ട് വെക്കാം. അപ്പൊ വിരിയുന്ന മുട്ടകളാണെങ്കിൽ 7 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് അവർ പറഞ്ഞു തന്നിരുന്നത്. കോഴിമുട്ട വിരിഞ്ഞു കഴിയുമ്പോൾ കുഞ്ഞിനെ ഉടനെ തന്നെ എടുത്ത് മാറ്റുന്നില്ല. കുറച്ചു നേരം ആ ചൂട് ഒന്ന് കൊള്ളാൻ വേണ്ടിയും പിന്നെ അതിന്റെ ഒരു സൗണ്ട് കേട്ട് മറ്റു മുട്ടകളുടെ ഉള്ളിലുള്ള കോഴിക്കുഞ്ഞുങ്ങളൊന്ന് ഉഷാറായി പൊട്ടി വരാൻ വേണ്ടിയിട്ടൊക്കെ അതിന് കുറച്ചു നേരം അതിനുള്ളിൽ തന്നെ ഇടുന്നുണ്ടായിരുന്നു. ഈ ഒരു ബോക്സിലേക്കാണ് ഈ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളെ എടുത്തു വെക്കുന്നത്. ഈ ബോക്സിലും ഇതുപോലെ തന്നെ ഇതും ഒരു കാർഡ്ബോർഡ് പെട്ടിയാണ്. ഒരു ഫ്രിഡ്ജ് വാങ്ങിയപ്പോൾ കിട്ടിയ ഒരു ബോക്സ് ആയിരുന്നു അത് എന്ന് പറഞ്ഞു. ആ ബോക്സിനുള്ളിലും ഇതുപോലെ ഒരു 40 വാട്ടിന്റെ ഒരു ബൾബ് ഉള്ളിലേക്ക് അവയ്ക്ക് ചൂട് കിട്ടാൻ വേണ്ടി ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ
അതൊരു ചൂട് വേണമല്ലോ, കുറച്ചു നേരം അതിനൊരു തള്ളക്കോഴിയുടെ ചിറകിൽ ചൂടൊന്നും അതിന് ലഭിക്കാത്തത് കൊണ്ട് ഈ ഒരു ബൾബ് ഇറക്കി വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ചൂടാണ് ഇപ്പൊ അതിനെ സംരക്ഷിക്കുന്നത്. 21 ദിവസം വരെയാണ് ഇത് വിരിയാൻ വേണ്ട സമയം എന്നാണ് പറഞ്ഞത്. 21-22 ദിവസത്തിനുള്ളിൽ എല്ലാ മുട്ടകളും വിരിയും. അത് കഴിഞ്ഞുള്ള മുട്ടകൾ പിന്നെ എടുത്തു വെച്ചിട്ട് കാര്യമില്ല, അത് കളയാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒരു 7 ദിവസം കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ഇരുട്ടുമുറിയിൽ ചെക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞത്. ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വന്നപ്പോൾ വിരിഞ്ഞ ഒരു കോഴിക്കുഞ്ഞിനെയും കൂടി ഈ ഒരു പെട്ടിയിലോട്ട് മാറ്റുകയാണ്. കുറച്ച് നേരം അപ്പൊ അതിന്റെ കൂടെ കിടക്കുമ്പോൾ ആ കോഴിക്കുഞ്ഞ് നല്ല ഉഷാറായിട്ട് വരും. അപ്പൊ അതിന്റെ ഉള്ളിൽ ഇട്ടപ്പോ തന്നെ എനിക്ക് തോന്നുന്നു അതൊരു ഉഷാറായി. അതിന്റെ കൂട്ടത്തിൽ മറ്റുള്ളതിന്റെ കൂടെ വന്നപ്പോ അതും ഒന്ന് ഉഷാറായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോഴിക്കുഞ്ഞിനെ കയ്യിലെടുത്ത് നോക്കിയത്. നല്ല സോഫ്റ്റ് ആയിട്ടായിരുന്നു. അതിന്റെ കയ്യിൽ കുറച്ചു നേരം ഞാൻ പിടിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അതിന് ചൂട് ഉടനെ തന്നെ അതിന്റെ പുറത്തുള്ള ചൂട് പറ്റില്ല, അതിന് ശരിക്കുള്ള ചൂട് കിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വേഗം അതിനെ ബോക്സിൽ തന്നെ കൊണ്ടുവച്ചു. നല്ല രസമുണ്ടായിരുന്നു എന്നെ കയ്യിൽ പിടിച്ചിരിക്കാനായിട്ട്. നമ്മുടെ ഡെയിലി ചാലഞ്ചിൽ ഇന്നെന്നാൽ തൽക്കാലം ഒരു കോഴിക്കുഞ്ഞിനെ വരച്ചു നോക്കിയാലോ. നിങ്ങൾ ഡെയിലി എക്സർസൈസും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഡെയിലി എക്സർസൈസ് ചെയ്യുന്നത് വെച്ചിട്ട് തന്നെ നമുക്കൊരു കോഴിക്കുഞ്ഞിനെയും കൂടി വരച്ചു നോക്കാം. ആ ഒരു റൗണ്ട് ഷേപ്പിൽ വെച്ചിട്ടൊക്കെ നമുക്കൊരു കോഴിക്കുഞ്ഞിന്റെ പിക്ചർ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നോക്കാം നമുക്ക്. ഇങ്ങനെയുള്ള വ്ളോഗുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കില്ലല്ലോ. നിങ്ങളുടെ കമന്റിലൂടെയാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഞാൻ അറിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടായിരിക്കണം. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല എന്ന വിശ്വാസത്തോടെ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.